ഐ മേക്കപ്പ് ഗുണമോ ദോഷമോ? കണ്ണിൻ്റെ ഭംഗി അഴക് കൂട്ടാനായിട്ട് സ്ത്രീകൾ പല തരത്തിലുള്ള മേക്കപ്പ് ഉപയോഗിക്കാറുണ്ട്. ഐലൈനർ, മസ്കാര, ഐ ഷാഡോ, കളർ കോണ്ടാക്ട് ലെൻസ്, ആർട്ടിഫിഷ്യൽ ഐ ലാഷസ്, അങ്ങനെ ആ ലിസ്റ്റ് നീണ്ടു പോകുന്നു. ഈ കവികൾ സ്ത്രീകളുടെ കണ്ണുകളെ കുറിച്ച് മാൻമിഴി, കരിമിഴി അങ്ങനെയൊക്കെ വർണ്ണിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഐലൈനേഴ്സോ മസ്കാരയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പഴയ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാ 3 months കൂടുമ്പോഴും പുതിയത് മേടിക്കണം. പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ് തമ്മിൽ ഈ മേക്കപ്പ് സാധനങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ല പ്രവണതയല്ല. ഈ ഇൻഫെക്ഷൻസ്, കൺജങ്ക്റ്റിവൈറ്റിസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുന്നു. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അലർജി. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഈ മേക്കപ്പ് ഇടുമ്പോൾ ഈ ഐലൈനറൊക്കെ ഉപയോഗിക്കുക, എസ്പെഷ്യലി ഈ പെൻ ടൈപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ കൺപോളയുടെ മാർജിൻ വീർത്ത് വരിക, ചൊറിയുക, ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് ഉപേക്ഷിക്കണം എന്നാണ് ഞാൻ പറയാം. അതുപോലെ തന്നെ ഐലൈനർ വളരെ ജാസ്തി ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് അതിൻ്റെ കണ്ണിൻ്റെ തടങ്ങളിലുള്ള ഓയിൽ ഗ്ലാൻസ്, അതിൻ്റെ ഓപ്പണിങ്സ്, അതായത് എണ്ണഗ്രന്ഥികളുടെ ദ്വാരങ്ങൾ അടഞ്ഞിട്ട് കൺപോളകളിൽ കുരു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കുരു വരികയാണെങ്കിൽ അവർ മേക്കപ്പ്, ഐലൈനറോ ഇതൊക്കെ ജാസ്തി ഉപയോഗിക്കണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗം കുറയ്ക്കണം. അതുപോലെ തന്നെ ഈ ചിലർ ഈവൻസിനൊക്കെ ആയിട്ട് ഈ ഐ ഷാഡോ വിത്ത് ഗ്ലിറ്റേഴ്സ് ഉപയോഗിക്കും. ഈ ഗ്ലിറ്റേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അത് കണ്ണിൽ പോവുകയാണെങ്കിൽ പോറലുകൾ, കോർണിയൽ അബ്രേഷൻസ്, പോറലൊക്കെ വരാം. അപ്പോൾ ഈ ഗ്ലിറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ വളരെയധികം കെയർഫുൾ ആവുക, കണ്ണിലൊന്നും പോവാതെ ഉപയോഗിക്കാം. വേറൊരു കാര്യം എന്താ വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഐ ലാഷസ്. ഈ ആർട്ടിഫിഷ്യൽ ഐ ലാഷസ് വളരെ പോപ്പുലറാണ്. അത് ഇൻസേർട്ട് ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും ഊരുമ്പോഴൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളാണ്. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഐ ലാഷസിന് ഇഞ്ചുറി പറ്റാതെ നോക്കണം. പിന്നെ ആർക്ക് ഈ ഐശ്വര്യ റായിയുടെ പോലെ കണ്ണുകൾ ഉണ്ടാവാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ? നീല കണ്ണുകൾ, പച്ച കണ്ണുകൾ, അങ്ങനെ അതുപോലത്തെ ട്രെൻഡാണ്. കളർഡ് കോണ്ടാക്ട് ലെൻസ്. കളർഡ് കോണ്ടാക്ട് ലെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈയൊക്കെ കഴുകണം, സോപ്പിട്ട് കഴുകണം. അതുപോലെ തന്നെ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാവും. അത് നന്നായി ക്ലീൻ ചെയ്തിട്ട് വേണം കണ്ണിൽ ഇൻസേർട്ട് ചെയ്യാനും. അതുപോലെ തന്നെ അത് ഊരുമ്പോഴും അത് നന്നായി ക്ലീനിങ് സൊല്യൂഷനിൽ ക്ലീൻ ചെയ്തിട്ട് വേണം അതിൻ്റെ കേസിൽ ഇടാനായിട്ട്. അതുപോലെ തന്നെ ഈ ഉറങ്ങുമ്പോൾ നമ്മൾ ഈ ഐ മേക്കപ്പ് ക്ലീൻ ചെയ്തിട്ട് വേണം ഉറങ്ങാനായിട്ട്. അത് ഇട്ടിട്ട് ഉറങ്ങുന്നത് നല്ല ഒരു ഹാബിറ്റല്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ സുറുമയൊക്കെ ചിലർ എഴുതും, ലെഡ് കണ്ടൻ്റൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. സൂട്ട്, അതായത് കരി, ലെഡ് കണ്ടൻറ്റ് ഈ കൺമഷിയിലൊക്കെ, അത് ചിലപ്പോൾ ഹാംഫുൾ ആവും. അപ്പോൾ അത് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്.